ഹായ് ഓൾ, ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പൈപ്പ് ആൻഡ് സിസ്റ്റംസ് ആണ്. ഇത് സെയിം ആസ് നമ്മൾ നേരത്തെ വർക്ക് ആൻഡ് ടൈം പറഞ്ഞില്ല, അതുപോലെ തന്നെ സെയിം കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് അത് എടുത്തതിന് ശേഷം എടുക്കുന്നത്. അത് മനസ്സിലായത് സിമ്പിളായിട്ട് ഇതിൻ്റെ അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട 2 കാര്യം ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ടാങ്ക് എടുത്താൽ ആ ടാങ്കിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്ന സാധനമാണ് എന്ത്, ഇൻലെറ്റ്. ആ ടാങ്കിൽ നിന്ന് വാട്ടർ എംപ്റ്റി ആക്കുന്ന സാധനമാണ് എന്ത്, ഔട്ട്ലെറ്റ്. ഈ 2 സാധനം ഫസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. എല്ലാവർക്കും അറിയണ്ടാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇത് എന്തായാലും നിങ്ങൾ നോക്കി വെക്കണം. അതായത് ഒരു ടാങ്ക്, നമ്മൾ നേരത്തെ വർക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ടാങ്ക് എക്സ് അവർ കൊണ്ട് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ 1 അവർ കൊണ്ട് ആ ടാങ്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്ന എമൗണ്ട് എത്ര ആയിരിക്കും, 1/x ആയിരിക്കും. അതുപോലെ തന്നെ വൈയുടെ കാര്യവും. പിന്നെ അതുപോലെ തന്നെ എക്സ് ഫില്ല് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ വൈ ആ ടാങ്കിൽ എംപ്റ്റി ചെയ്യുന്ന എമൗണ്ട് ആണെങ്കിൽ 1/x മൈനസ് 1/y എമൗണ്ട് ആയിരിക്കും എന്ത്, ആ ടാങ്ക് ഫില്ലാവാൻ എടുക്കുന്ന ടൈം. അപ്പം എംപ്റ്റി ആകുന്ന എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് എംപ്റ്റി ആകാൻ എടുക്കുന്ന ടൈം ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്സും വൈയും രണ്ടും എന്താണ്, ആ ഒരു ടാങ്കിനെ ഫില്ലാകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ എന്തായിരിക്കും, എക്സും വൈ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ ആ ടാങ്ക് ഫില്ലാകാൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും, 1/x പ്ലസ് 1/y ആയിരിക്കും 1 അവറിൽ ആ ടാങ്ക് ഫില്ലാകുന്നത്. അപ്പം ടോട്ടൽ അവർ കിട്ടാൻ എന്തെങ്കിലും ചെയ്താൽ മതി, ആ കിട്ടുന്ന വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഈ സെയിം ആസ് നമ്മൾ നേരത്തെ വർക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. ആ കാര്യം മനസ്സിലാക്കിയാൽ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്, എ എന്നൊരു പൈപ്പ് യൂസ് ചെയ്താൽ 30 മണിക്കൂറിനോട് ടാങ്ക് ഫില്ലാകും. അതുപോലെ തന്നെ ബി ഒറ്റയ്ക്ക് യൂസ് ചെയ്താൽ 45 മണിക്കൂറുണ്ട്. അപ്പം എയും ബിയും ഒരുമിച്ച് യൂസ് ചെയ്താൽ ഒരു എംപ്റ്റി ടാങ്ക് എത്ര ടൈം കൊണ്ട് ഫില്ലാവുമെന്നാണ് ചോദിച്ചത്. ഇത് സിമ്പിളാണ്. നേരത്തെ നമ്മൾ വർക്കിൻ്റെ പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യേണ്ടത് 1/a എടുക്കാനുള്ള ടൈം പ്ലസ് 1/b എടുക്കാനുള്ള ടൈം ആയിരിക്കും എന്ത്, 1/aയും ബിയും കൂടി എടുത്താനുള്ള ടൈം. അതെന്താണ് ഇവിടെ 1/30 പ്ലസ് 1/45. അത് വരുന്നത് 1/18 ആണ്. അപ്പം 1/18 ആണ് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഫില്ലാകുന്ന എമൗണ്ട്. അപ്പം നമ്മളെന്താ ചോദിച്ചത്, എത്ര ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എത്ര വരിക, 80 അവേഴ്സ് കൊണ്ട് എന്താവും, ഈ ടാങ്ക് ഫില്ലാവും എയും ബിയും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സിസ്റ്റം ക്യാൻ be filled by pipes A and B in 4 and 6 hours respectively, when the full cistern can be emptied by pipe C in 8 hours if all the pipes were turned at the same time. അതായത് എയും ബിയും ഇൻഡിവിജ്വലായിട്ട് ഒരു സിസ്റ്റം ഫില്ല് ചെയ്യാൻ 4 അവറും 6 അവറും എടുക്കും. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ സാധനം, അത് എംപ്റ്റി ചെയ്യാണ്, ഫില്ല് ചെയ്യല്ല, അത് 8 അവർ കൊണ്ട് ആ സിസ്റ്റം എംപ്റ്റി ചെയ്യും. ഓക്കെ, അങ്ങനെ ആണെച്ചാൽ എയും ബിയും സിയും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ ലൈക്ക് ആ ഒരു സിസ്റ്റം ഫില്ലാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചത്. സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു സൈൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് 1/a പ്ലസ് 1/b, അതായത് എയും ബിയും 1 മണിക്കൂർ കൊണ്ട് ഫില്ലാകുന്ന എമൗണ്ട്, ആ ഒരു എമൗണ്ട് അതിനോട് എന്താക്കണം, സി കുറഞ്ഞൂടെ നെഗറ്റീവ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സി ഫില്ലാക്കല്ല, എംപ്റ്റി ചെയ്യാണ്. അപ്പം അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരിക, 1/4 പ്ലസ് 1/6 മൈനസ് 1/8. ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും, നമുക്ക് ആവശ്യമായുള്ള ആൻസർ കിട്ടും. ഇവിടെ ഒന്നുകൂടി പറയുകയാണ്, നെഗറ്റീവ് എടുക്കാൻ കാരണം സി എന്താണ്, ഫില്ല് ചെയ്യല്ല, എംപ്റ്റി ചെയ്യാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് എ എന്ന് പറഞ്ഞൊരു പൈപ്പ് ഒരു ടാങ്ക് 15 മിനിറ്റ് കൊണ്ട് ഫില്ലാവും, ബി ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ടും, അതുപോലെ തന്നെ സി 5 മിനിറ്റ് കൊണ്ട് ടാങ്ക് എംപ്റ്റി ആക്കാം. അങ്ങനെ ആണെച്ചാൽ എയും ബിയും ലൈക്ക് ഓപ്പൺ ചെയ്തു, 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സി ഓപ്പൺ ചെയ്താൽ എത്ര ടൈം കൊണ്ട് ആ ടാങ്ക് എംപ്റ്റി ആവുമെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചെയ്യേണ്ടത് ഇവിടെ 4 മിനിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ആ 4 മിനിറ്റ് കൊണ്ട് ആ ടാങ്കിൻ്റെ അകത്ത് എത്ര വെള്ളം ഫില്ലായി എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്താൽ മതി, 1/a പ്ലസ് 1/b ഇതിനെന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. കാരണം 4 മിനിറ്റിൻ്റെ നോക്കണം. ഇവിടെ നമുക്ക് കിട്ടുക 1 മിനിറ്റിൻ്റെ എൻ്റെ 1 മിനിറ്റിൻ്റെ ബീൻ്റെ. അപ്പം 1 മിനിറ്റ് ടോട്ടൽ എയും ബിയും കൂടി ഫില്ലാകുന്നേ കിട്ടുള്ളൂ. അപ്പം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 മിനിറ്റിൻ്റെ കിട്ടും. ഓക്കെ, അപ്പം 4 ഇൻറ്റു എന്ത് ചെയ്യണം, 1/10 പ്ലസ് 1/15 ചെയ്യണം. എന്താ വരിക, 4 ഇൻറ്റു 25/10
10 ഇൻറ്റു 50 എത്ര വരും? 5 വരും, ഇത് 3 വരും. ഓക്കെ, ഇത് 2 വരും. അപ്പം വരുന്നത് 2/3 ആയിരിക്കാം വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? എയും ബിയും സിയും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ എത്ര ടൈം കൊണ്ട് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് എം ടി ആവും നോക്കണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/a + 1/b മൈനസ് 1/c ആണ്. മൈനസ് എടുക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞു, സി എന്താണ്? എം ടി ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? 1/10 + 1/15 മൈനസ് 1/5 ആണ്. ഓക്കെ, അപ്പം ഇത് ചെയ്താൽ വരിക എന്തായിരിക്കും? 1/13 ആയിരിക്കും വരിക. അപ്പം 1/13 മീൻസ് ഒരു മിനിറ്റിൽ 1/30 ഓഫ് ദ പാർട്ട് നെഗറ്റീവ് വരും. 1/30 ഓഫ് ദ പാർട്ട് എന്താവും? എം ടി ആവും. നെഗറ്റീവ് ഇംപ്ലൈ ചെയ്യുന്നത് വെള്ളം എം ടി ആവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് എത്ര മിനിറ്റ് കൊണ്ട് എം ടി ആവും എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 30 മിനിറ്റ് കൊണ്ട് എന്താവും? ഈ ടാങ്ക് എം ടി ആവും. നമുക്ക് ഓൾറെഡി എത്ര എം ടി ആയിട്ടുണ്ട്? 2/3. അപ്പം എന്ത് ചെയ്താൽ മതി? 2/3 ഇൻറ്റു 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 20 മിനിറ്റ്സ്. അതായത് 20 മിനിറ്റ് കൊണ്ട് എന്താവും? അതായത് എം ടി ആവും. എങ്ങനെ എം ടി ആവും? അതായത് എയും ബിയും 4 മിനിറ്റ് ഓപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആണ് എന്ത്? സി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആൻസർ എന്താണ്? 20 മിനിറ്റ് കൊണ്ടാണ് ഇത് എം ടി ആവുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പം സിമ്പിളാണ്, വർക്ക് ആൻഡ് ടൈം പോലെ തന്നെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിനകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.